വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വീണ്ടും വഴിവിട്ട നിയമനം. SIET ഡയറക്ടർ തസ്തികയിലേക്കും സി മാറ്റത്തിലും നിയമനം നടത്തി സർക്കാർ. വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ചേരുന്നുണ്ട്. ഷീജ, ഇപ്പോൾ അങ്ങനെ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലും വീണ്ടും വഴിവിട്ട നിയമനമൊക്കെ തന്നെ നടക്കുകയാണല്ലേ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും വിഷ്ണുപ്രിയ, ഇതിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ധൃതി പിടിച്ചുള്ള നിയമനങ്ങൾ അത് വലിയ വിവാദമാകുന്നു എന്നുള്ളതാണ്. ഓരോ ദിവസവും അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇന്നിപ്പോൾ പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത് ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള SIET ഉണ്ട്. SIETയുടെ ഡയറക്ടർ തസ്തികയിലേക്കുള്ള നിയമനമാണ്. ലാബ് അസിസ്റ്റന്റിനെയാണ് നിലവിൽ സർക്കാർ നിയമിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു കാണേണ്ടത്. കാരണം ഡിജിറ്റൽ മീഡിയ രംഗത്ത് പരിജ്ഞാനമുള്ള അധ്യാപകർ വഹിച്ചിരുന്ന ഒരു പദവിയിലേക്കാണ് ഒരു ലാബ് അസിസ്റ്റന്റിനെ നിയമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എല്ലാ യോഗ്യതാ മാനദണ്ഡങ്ങളും മറികടന്നുകൊണ്ടുള്ളതാണ് ഈ ഒരു നിയമനം എന്നുള്ളതാണ് ഇതേ സംബന്ധിച്ചുള്ള ഇതേക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്. വെച്ചൂച്ചിറ പോളിടെക്നിക്കിലെ ഡെമോൺസ്ട്രേറ്റർ തസ്തികയിൽ ഉള്ള CB മുഹമ്മദിനാണ് ഈ ഒരു നിയമനം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. പാഠഭാഗങ്ങളുടെ ഡിജിറ്റൽ ഉള്ളടക്കങ്ങൾ അടക്കം തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയ ഒരു വിഭാഗമാണ് ഈ SIET എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ലാബ് അസിസ്റ്റന്റ് ആയിരുന്ന ഒരു വ്യക്തിയെ നിയമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനം, അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും അടക്കം പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനം കൂടിയാണ് SIET എന്ന് പറയുന്നത്. അവിടെ ഏത് രീതിയിലാണ് ഒരു ലാബ് അസിസ്റ്റന്റിന് പ്രവർത്തിക്കാൻ സാധിക്കുക എന്നുള്ളത് തന്നെയാണ് ഉയരുന്ന ആക്ഷേപം എന്ന് പറയുന്നത്. സ്വാഭാവികമായും മന്ത്രിക്ക് ഇഷ്ടമുള്ളവരെ ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള പല സ്ഥാപനങ്ങളിലായി നിയമിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഒരു നിയമനം വന്നതിന്റെ തൊട്ട് പിന്നാലെ തന്നെ ഇത് ഇപ്പോൾ വിവാദമായിരിക്കുന്നത്. ഏതായാലും മാനദണ്ഡങ്ങൾ പൂർണ്ണമായും അട്ടിമറിച്ചുകൊണ്ടാണ് ഈ നിയമനം എന്നുള്ളത് വ്യക്തമാണ്. കാരണം ഈ ഒരു പോസ്റ്റിലേക്കുള്ള മാനദണ്ഡം ഒന്നും തന്നെ, അതിൽ ഒരു തരത്തിലുള്ള യോഗ്യതാ മാനദണ്ഡങ്ങളും ഇദ്ദേഹം പാലിക്കുന്നില്ല എന്നുള്ളതും വ്യക്തമാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് വലിയ തോതിൽ ഇതിനെതിരെ പ്രതിഷേധമടക്കം ഇപ്പോൾ ഉയർന്നു വരുന്നത്. അതെ ഷീജി, ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു സർക്കാർ അധികാരത്തിലേറ്റതിനു ശേഷം ഒരുപാട് വഴിവിട്ട നിയമനങ്ങളൊക്കെ തന്നെയുണ്ട്. അതായത് സ്വന്തം താല്പര്യപ്രകാരം വഴിവിട്ട നിയമനങ്ങളൊക്കെ തന്നെ നടത്തുന്നുണ്ടല്ലോ. ഇപ്പോൾ അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഇപ്പോൾ ഈ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വീണ്ടും വഴിവിട്ട നിയമനം വന്നിരിക്കുന്നത് അല്ലേ? തീർച്ചയായും വിഷ്ണുപ്രിയ, കാരണം കഴിഞ്ഞ ദിവസമാണ് SSK ഡയറക്ടർ ആയിട്ടുള്ളൊരു നിയമനം നടന്നത്. അത് 10 വർഷത്തിന് ശേഷം, അതായത് വിരമിച്ച് 10 വർഷത്തിന് ശേഷമാണ് അദ്ദേഹത്തിന് ഈ ഒരു പുനർനിയമനം നൽകിയിരിക്കുന്നത്. വലിയ തോതിലുള്ള വിമർശനം അതിനെതിരെ ഉയർന്നു വന്നിരുന്നു. യോഗ്യതയുള്ള നിരവധി പേർ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള SSK പോലെയുള്ള സ്ഥാപനത്തിന്റെ ഡയറക്ടറായി ഈ 10 വർഷം കഴിഞ്ഞ് ആളെ നിയമിക്കുന്നത് എന്നുള്ള വിമർശനം ഉയർന്നു വന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ SIETയിലെ ഈ ഡയറക്ടർ നിയമനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദം കൂടി ഉയർന്നിരിക്കുന്നത്. ഏതായാലും എല്ലാ നിയമങ്ങളും മാനദണ്ഡങ്ങളും അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ പല വകുപ്പുകളിലും നിയമനങ്ങൾ നടക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം തന്നെയാണ് ഈ SIET ഡയറക്ടറുടെ നിയമന ഉത്തരവ്. വിഷ്ണുപ്രിയ, ഡോക്ടർ, അതുപോലെ തന്നെ ഈ ഒരു യോഗ്യതകൾ മറികടന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ സി മാറ്റിലും ഒക്കെ തന്നെ ഇപ്പോൾ നിയമന നീക്കം വന്നിട്ടുണ്ടല്ലോ. അതായത് ഈ ഡോക്ടറേറ്റും അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് പരിചയവും ഒക്കെ മറികടന്നാണ് ഇപ്പോൾ നിയമനം നടത്താനാണ് ഈ ഒരു നീക്കം അല്ലേ? തീർച്ചയായും, അതായത് ഈ സിമാറ്റിലും ചട്ടവിരുദ്ധമായ നിയമനം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നടക്കുന്നു എന്നുള്ളതാണ്. അടിസ്ഥാന യോഗ്യതയില്ലാത്ത വ്യക്തിയെ ഡയറക്ടർ പദവിയിലേക്ക് നിയമിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു നീക്കമാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നടക്കുന്നത്. ഈ തസ്തികയിലേക്ക് പരിഗണിച്ച പ്രിൻസിപ്പൽ തസ്തികയിലുള്ള ആളെയാണ് ഈ തസ്തികയിലേക്ക് പരിഗണിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹത്തെ വെട്ടി ഒരു റിട്ടയർഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർക്ക് മുൻഗണന നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നീക്കമാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന വിമർശനം എന്ന് പറയുന്നത്. ഡോക്ടറേറ്റും അഡ്മിനിസ്ട്രേറ്റീവ് പരിചയവുമുള്ള വ്യക്തികൾക്കാണ് ഈ പദവിയിലേക്ക് വരാൻ സാധിക്കുക. പക്ഷേ ഇതൊന്നും പരിഗണിക്കാതെയാണ് നിയമനം നടത്താനുള്ള നീക്കം നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ആക്ഷേപം. ഇതിൽ കോൺഗ്രസിലെ അധ്യാപക സംഘടനാ നേതാക്കൾക്കും അതോടൊപ്പം തന്നെ ലീഗിലെ സംഘടനാ നേതാക്കൾക്കും അടക്കം അധ്യാപക സംഘടനാ നേതാക്കൾ അടക്കം ഇതിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിൽ ഈ രീതിയിൽ നിയമനം നടത്താൻ തന്നെയാണ് സാധ്യത എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിഷ്ണുപ്രിയ, അതെ ഷിജി, ഈ അധ്യാപക യോഗ്യത മാത്രമുള്ള ആളെ നിയമിക്കാനാണ് ഈ ഒരു നീക്കം അല്ലേ? അതായത് പ്രിൻസിപ്പൽമാർക്കും ജീവനക്കാർക്കും ഒക്കെ പരിശീലനം നൽകുന്നതാണല്ലോ ഈ സിമാറ്റ് എന്ന് പറയുന്നത്.
വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വീണ്ടും വഴിവിട്ട നിയമനം. SIET ഡയറക്ടർ തസ്തികയിലേക്കും സി മാറ്റിലും നിയമനം നടത്തിയ സർക്കാർ ഡിജിറ്റൽ മീഡിയ രംഗത്ത് പരിജ്ഞാനമുള്ള അധ്യാപകർ വഹിച്ച SIET ഡയറക്ടർ പദവിയിലേക്കാണ് ലാബ് അസിസ്റ്റന്റിനെ നിയമിച്ചത്. അതേസമയം ഈ ഡോക്ടറേറ്റും അഡ്മിനിസ്ട്രേറ്റീവ് പരിചയവും മറികടന്ന അധ്യാപക യോഗ്യത മാത്രമുള്ളയാളെ സി മാറ്റിലും നിയമനം. വിവരങ്ങളാണ് ഇപ്പോൾ ഷീജ തിരുവനന്തപുരത്ത് നൽകിയത്.